ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. 1980കളുടെ തുടക്കത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ ഇങ്ങനെ എഴുതി: ഒരു അതുല്യ അത്ഭുത ശക്തി ഭൗതിക ശാസ്ത്രത്തിലും അതുപോലെ രസതന്ത്രത്തിലും ജീവശാസ്ത്രത്തിലും കളിച്ചതുപോലെയാണ് സാമാന്യ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഈ പ്രകൃതിയിൽ എടുത്തു പറയത്തക്ക അത്ഭുത ശക്തികൾ ഒന്നും തന്നെ ഇല്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതെല്ലാം ആരെങ്കിലും ആസൂത്രണം ചെയ്തതായി തോന്നുന്നു എങ്കിലും ആ ജ്യോതിശാസ്ത്രജ്ഞൻ നിരീശ്വരവാദിയായി തുടർന്നു. 3000 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ബുദ്ധിമാനായ മനുഷ്യൻ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെയൊരു നിഗമനത്തിൽ എത്തി: നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? ദാവീദ് ആശ്ചര്യപ്പെട്ടു. സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. എങ്കിലും ദൈവം നമ്മെ ഓർക്കുന്നു. പൗലോസ് എഴുതി: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 1:16. നമ്മെയും നമ്മുടെ മനസ്സുകളെയും സൃഷ്ടിച്ച, ഇവിടെ ഈ ഭൂതലത്തിൽ നമ്മെ ആക്കിയ ദൈവത്തെ മനസ്സിലാക്കുവാനും അന്വേഷിക്കുവാനും കണ്ടെത്തുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.